ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വാലൻറ്റൈൻസ് ഡേക്ക് പറ്റിയ ഒരു ഓപ്പൺ കാർഡാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നീളവും വീതി എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററുമാണ്. ഇത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കുക. അതായത് നമുക്ക് മടക്കി കറക്റ്റായിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു 6 പാർട്സ് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഓരോ പാർട്സ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയാണ്. അതായത് 3 പാർട്സ് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ സൈഡിലോ ഓരോ പാർട്സും നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കളയണം ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു പ്ലസിൻ്റെ ആകൃതിയിലാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ സെൻറ്ററിലുള്ള 2 പാർട്സ് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കറക്റ്റ് അളവിൽ തന്നെ നമ്മളിത് മടക്കിയെടുക്കാനായിട്ട് നോക്കാം. ചരിഞ്ഞൊന്നും പോകാതെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മളിത് മടക്കിയെടുക്കണം. പിന്നെ നമ്മളിതിന് വേണ്ടി ഒരു ലവ് ചിഹ്നം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ റോസ് കളർ പേപ്പറിലാണ് ഉണ്ടാക്കിയെടുത്തേക്കണേ. അത് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ കളർ പേപ്പറിൽ നിന്ന് വെട്ടിയെടുക്കാനായിട്ട് നോക്കുക. അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമ്മളിതൊന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൻ്റെ നടുക്ക് പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു യെല്ലോ കളർ പേപ്പറാണ് വേണ്ടത്. യെല്ലോ കളർ പേപ്പറും വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് മടക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ക്യാപ്ഷൻസൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. വാലൻറ്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ വേണമെങ്കിലും നമുക്കിതിൽ ലവേഴ്സിന് പറ്റിയ ക്യാപ്ഷൻസൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ ജസ്റ്റ് ഐ ലവ് യു എന്ന് മാത്രമേ എഴുതണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട്സ് അല്ലെങ്കിൽ കോഡ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എഴുതാനുള്ളത് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നടുക്ക് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇതൊന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. കാരണം ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ മുകളിലേക്ക് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓപ്പൺ കാർഡ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അകത്തേക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഓപ്പൺ കാർഡിന് മുമ്പിൽ ഒരു ലവ് ചിഹ്നം ഒട്ടിച്ച് ഇതൊന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനൊക്കെ ഫ്രണ്ടിൽ ഇത് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് മുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ ആ ഫ്രണ്ടിലെ ലവ് ചിഹ്നം ആദ്യം തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളിലുള്ള നമ്മുടെ ഹേർട്ട് തുറക്കാനായിട്ട്. അത് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മുകളിലേക്കൊന്ന് അതൊന്ന് വലിച്ച് എടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ കാർഡ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ കാർഡൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം ടൈമൊന്നും ഇതിന് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് അധികം കാശ് ചിലവൊന്നും ഇല്ലാതെ തന്നെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ലൈക്ക്